ജസ്റ്റ് ഒരു സെക്കൻഡ് കണ്ണടച്ചാൽ തന്നെ ഒരു 100 കൂട്ടം ചിന്തകളല്ലേ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് നമ്മൾ ഫാൻ ഇട്ടിട്ട് ഒന്ന് മേലേക്ക് നോക്കില്ലേ, അപ്പം ഈ ഫാനിൻ്റെ വിങ്സ് ഉണ്ടല്ലോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അതുപോലെയാണ് ചിന്തകൾ. സെയിം സബ്ജക്റ്റ് ആയിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു കൺട്രോൾ അവർ തോട്ട്സ്. ഡോണ്ട് ലെറ്റ് ദം കൺട്രോൾ യു. അതേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണം. ഇന്ന് എങ്ങനെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള ചെറിയ ഒരേ ഒരു ടിപ്പ് പറയാം കേട്ടോ. കുറേ അധികം ചിന്തകൾ വരുമ്പോൾ എഴുതുക. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴൊക്കെ എഴുതുക, എന്നിട്ട് അതിനെ കീറിക്കളയുക. നല്ല ചിന്തകളാണെങ്കിൽ എഴുതി അതിനെ സൂക്ഷിക്കുക. നമുക്ക് ഭാവിയിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പെങ്കിലും ആ പ്രൊഡക്റ്റീവ് തോട്ട്സ് നിന്ന് കിട്ടും. അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ എഴുതി 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 കീറിക്കളയുക. ഇപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് വെച്ചോ, അവൻ്റെ ചിന്ത എന്തായിരിക്കും? എനിക്ക് എന്ത് നല്ല കോഴ്സ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനെ എഴുതി വെക്കുക, എന്നിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക, ആൻഡ് യു ഹാവ് ടു ചൂസ് വൺ ഫ്രം ദാറ്റ്. അതൊരു നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. എഴുതിയെടുത്തിട്ട് നമ്മുടെ തോട്ട്സിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത്. ഇനി നെഗറ്റീവ് ചിന്ത വരുമ്പോഴോ അതിനും എഴുതി വെക്കുക. എന്നിട്ട് ഈ തോട്ട്സൊക്കെ നെഗറ്റീവ് ആയിരുന്നു, കീറുക, നന്നായി കീറുക, ചെറുതാക്കി കീറിയിട്ട് കീറിക്കളയാം. നമ്മളെ അടുത്ത് ഒരാൾ മോശമായി പെരുമാറി, നല്ല വിഷമായി, എങ്ങനെ ആലോചിച്ചിട്ടും ആ ചിന്ത മനസ്സിൽ നിന്ന് പോകണമെന്നില്ല. എഴുതി നോക്കുക, കീറിക്കളയുക, മാറി, ലെറ്റ് ഇറ്റ് ഗോ. ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ റൂൾ ചെയ്യാണ്ട് നോക്കുക. നമ്മുടെ ചുറ്റും അനേകായിരം ആളുകളുണ്ട്, അവർക്ക് കോടാനുകോടി ചിന്തകളുണ്ട്. എല്ലാവരുടെ ചിന്തകളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെപ്പറ്റി എന്ത് തന്നെ ആലോചിച്ചാലും നമുക്ക് നമ്മുടെ ചിന്തകൾ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരാളെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് ലെറ്റ് തോട്ട്സ് ടു കൺട്രോൾ യു. നമ്മുടെ ചിന്തകൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും എന്തിനുണ്ടാക്കണം? നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കുറേ അസുഖങ്ങൾ എന്തിനുണ്ടാക്കണം? സോ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് അലൗ യുവർ സെൽഫ് ടു ബി ഹാപ്പി. നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആയിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളൊരു ഡിഷ് ഉണ്ടാക്കി, നമ്മുടെ വീട്ടിലൊരു 7 ആളുണ്ടെന്ന് വിചാരിച്ചു. 7 ആൾക്കും 7 രുചിയായിരിക്കും, അല്ലെങ്കിൽ 70,000 രുചിയുടെ ഓർമ്മകൾ തന്നെ ഉണ്ടാവും അവർക്ക്. അതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു culinary എക്സ്പീരിയൻസ് നമുക്ക് കാഴ്ചവെക്കണമെന്ന് വിചാരിച്ചാൽ മേ ബി ഇറ്റ്സ് ഇമ്പോസിബിൾ. ബിക്കോസ് വി ക്യാൻ ഡു നമ്മളുടെ ഓൺ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ളത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. സോ ഡോണ്ട് ലെറ്റ് തോട്ട്സ് ടു കൺട്രോൾ യു. നമ്മൾ അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്ന് വെച്ചാൽ പറ്റില്ല. മേക്ക് അവർ സെൽഫ് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. സോ നമ്മുടെ ചിന്തകൾ നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ചിന്തകളെ, എൻ്റെ കവിതകളെ, എൻ്റെ കഥകളെ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം.